Hi friends, Taste of Your Choice-ലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അൻസിൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറി എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കരിയാപ്പില ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കീറിയതാണ് നമുക്ക് അതോട് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴലാൻ നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടി ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടാലും മതി. ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് ക്യൂബായിട്ട് മുറിച്ചെടുത്ത് എടുത്തേക്കുന്നതാണ്. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോളിഫ്ലവർ ആണ്. 1 കപ്പോളം കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ മുറിച്ചതിന് ശേഷം വെള്ളത്തിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിരുന്നതാണ്. അതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതും രണ്ടും ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഒരു 5 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത പച്ചമുളകായതുകൊണ്ട് 5 എണ്ണം എടുത്തേക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയും മുളക് പൊടി ചേർക്കുകയാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വെജിറ്റബിൾസിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഉപ്പൊക്കെ നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് കുറച്ച് പിടിക്കാൻ വേണ്ടിയാണ്. ആദ്യം ഞാൻ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ അരിഞ്ഞതാണ്, തക്കാളി അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളിക്ക് ഒന്നും വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കും. ഈ സമയത്ത് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളമാണ്. പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് വഴറ്റുന്നൊന്നുമില്ല. വെള്ളത്തിൽ കിടന്നാണ് ഇത് വേവേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഇതിപ്പം പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവാൻ വേണ്ടി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഒക്കെ വെന്ത് വരുന്ന സമയം മതി. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലത്തെ തവി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ആ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ ഒന്ന് ഉടയാൻ വേണ്ടിയാണ്. അപ്പം ചാറിനൊക്കെ ഒരു കൊഴുപ്പൊക്കെ കിട്ടും. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം.
അപ്പം നമ്മുടെ കറിയിലേക്ക് ഇനി നമ്മൾ ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിപ്പാലാണ്, അത് ചേർത്ത് കൊടുക്കാം. ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് ചേർക്കുന്നുള്ളൂ. 1 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് വെച്ചിട്ട് ഒന്ന് ചെറിയൊരു തിള വരുന്നത് വരെ വെക്കാം. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.